കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ രണ്ടാം വാർഷിക സമ്മേളനവും KS ദിനാഘോഷവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കപ്പെട്ടിട്ട് 4 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഏതൊരു സേവന മേഖലയുടെയും ജനോന്മുഖത അളക്കാൻ മതിയായ ഒരു കാലയളവാണ്. ഒരു പുതിയ സർവീസ് കേഡർ രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും ചില ബാലാരിഷ്ടതകളുണ്ടാകും. അവ ഒഴിച്ചു നിർത്തിയാൽ തീർച്ചയായും ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നല്ല സംഭാവനയാണ് നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ വിവിധ പദ്ധതികളിൽ നിങ്ങളുടെ സജീവമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നവകേരള കർമ്മ പദ്ധതി മുതൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വരെ ഡിജിറ്റൽ സേവന ലഭ്യത ഉറപ്പാക്കുന്നത് മുതൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എല്ലാ മേഖലയിലും നിങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു കേഡർ രൂപീകരിക്കാനുള്ള സർക്കാർ തീരുമാനം ശരിയായിരുന്നുവെന്ന് ഈ കാലയളവിലെ അനുഭവം വെച്ച് നിസ്സംശയം പറയാവുന്നതാണ്. ആ നിഗമനം അരക്കിട്ടുറപ്പിക്കുന്നതാകണം ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടി എന്നാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. ഇതിനോടകം തന്നെ നിങ്ങളിൽ ചിലർക്ക് ഗുഡ് സർവീസ് എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരംഭിച്ച പുതിയ പദ്ധതി CM with me അതുമായി അടക്കം ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങളിൽ ചിലർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിലും KS ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും വേറിട്ട് പരിശോധിച്ചാൽ കൂടുതൽ ആത്മാർത്ഥതയോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് കാണാൻ കഴിയുക. എപ്പോഴും സർക്കാർ കൂടുതലാണല്ലോ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നതിനേക്കാളും കൂടുതലധികം നിങ്ങളിൽ നിന്നും സർക്കാർ ഭാവിയിൽ പ്രതീക്ഷിക്കുക. കേന്ദ്ര സർക്കാരിന്റെ IAS മാതൃകയിൽ തന്നെയുള്ള സംസ്ഥാനതല നടപടിക്രമത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. കഴിവിന്റെയും കാര്യക്ഷമതയുടെയും കാര്യത്തിൽ നിങ്ങൾ ആർക്കും പിന്നിലല്ല. അതേസമയം ഒരുപക്ഷെ പല IAS കേഡറുള്ളവരെക്കാളും കേരളത്തിന്റെ നാടിമിടിപ്പ് ഏതാണ്ട് ബാല്യം തൊട്ട് അറിഞ്ഞത് എന്ന അധിക യോഗ്യത നിങ്ങൾ കൊണ്ടുതാൻ ആ നിലക്കുള്ള ആത്മവിശ്വാസത്തോടെയുള്ള ഇടപെടലുകളാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിൽ മുതിർന്നവരുണ്ട്, യുവത്വഘട്ടത്തിൽ തന്നെ ഈ സർവീസിലേക്ക് മാറിയവരുണ്ട്, പുതുതായി കടന്നു വന്ന ഇളമുറക്കാരുമുണ്ട്. ഈ നിലക്കുള്ള ഒരു മിശ്ര സ്വഭാവം IAS-ന് പോലുമില്ല. അതായത് അനുഭവങ്ങളുടെ വ്യത്യസ്ത തലങ്ങളുടെ സമന്വയമുള്ള സർവീസാണ്. ആ സവിശേഷത പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കണം.
കേരളത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങളുടെ നിർവഹണമാകണം നിങ്ങളുടെ ലക്ഷ്യം. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ കേരളത്തിൻ്റെ വികസന രംഗം പരിശോധിച്ചാൽ താരതമ്യമില്ലാത്ത വികസനമാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഇത് സമാഹരിച്ചും ഗ്രാമതലത്തിൽ ഇതിൻ്റെ നേട്ടങ്ങൾ എത്തിച്ചു മുന്നോട്ട് പോകേണ്ടവരാണ് നിങ്ങൾ. ഈ ലക്ഷ്യബോധത്തിൽ മനസ്സുറച്ചാൽ കേരളത്തിൻ്റെ പൊതു സർവീസിൽപ്പെട്ടവരാണ് എന്ന അഭിമാനം ഉള്ളിലുറച്ചാൽ വീട്ടിനടുത്ത് പോസ്റ്റിംഗ് വേണമെന്നതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെടില്ല. നിങ്ങളുടെ കരിയറിലെ വികസനത്തിനാവശ്യമായ കാര്യങ്ങളാകട്ടെ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ചെയ്യും. വരുന്ന പതിറ്റാണ്ടിൽ കേരളത്തിന്റെ ഭരണനിർവഹണത്തിൽ കാര്യമായ സംഭാവന ചെയ്യാൻ പോകുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതായത് ഭാവി കേരളം എന്തായിരിക്കണമെന്ന് ജനാധിപത്യ ഭരണ സംവിധാനം നിർണയിക്കുന്നതനുസരിച്ച് കേരളത്തെ വാർത്തെടുക്കുന്നതിൽ നേതൃത്വപരമായി പങ്കുവഹിക്കേണ്ടവരാണ് നിങ്ങളെല്ലാവരും. അത് ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളെക്കുറിച്ചുള്ള കേരളത്തിൻ്റെ പ്രതീക്ഷകളും പരസ്പരം പങ്കുവെക്കാനുള്ള വേദിയായി ഈ സമ്മേളനം മാറേണ്ടതുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള നയങ്ങളാണ് സംസ്ഥാന സർക്കാർ തുടർച്ചയായി ആവിഷ്കരിച്ച് നടപ്പാക്കി പോരുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ ലൈഫ് ഭവന നിർമ്മാണം വരെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള കിഫ്ബി മുതൽ കെ-ഫോൺ വരെ ആതുരാലയ നവീകരണം മുതൽ നവീന സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ വരെ എവിടെയും ഇതിൻ്റെ എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങൾ കാണാനാണ്. ഭാവി തലമുറക്ക് അനുയോജ്യമാം വിധം കേരളത്തിൻ്റെ വികസന അജണ്ടകൾ ആവിഷ്കരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.